ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ എപ്പോഴും സെയിം കാര്യമല്ല ഇൻട്രോയിൽ ചോദിക്കാറ്. എന്നാലും എനിക്ക് നിങ്ങളോട് സുഖമാണോ ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹതീരത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഘോരമായ രീതിയിലുള്ള ഫുഡിങ്ങൊന്നും അല്ല കേട്ടോ. ചെറിയൊരു ചായയും കടിയൊക്കെ അത്രയേ ഉള്ളൂ. എൻ്റെ ഫേവറേറ്റ് വെജ് റോള് കിട്ടുന്ന കടയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഇച്ച പറഞ്ഞു ഈ ടേബിൾ ശരിയല്ല, നമുക്ക് അപ്പുറത്തെ ടേബിളിലേക്ക് മാറാൻ തുടങ്ങി. നമ്മൾ അങ്ങോട്ട് മാറി. എൻ്റെ അമ്മോ, എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ ഒരു വെജ് റോളിന്. ഞാൻ കഴിക്കുന്ന സമയത്ത് ഇച്ചയായിരിക്കും കേട്ടോ കുട്ടീനെ, അതായത് നമ്മുടെ ഇഷാപ്പൂനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഓഹോ ബീച്ചിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. പുതിയതായി ഉണ്ടാക്കുന്ന ബീച്ചാണെന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് സ്നേഹതീരത്തേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നേഹതീരത്തിലേക്ക് വരുന്നത്. ഞാൻ മെയിനായിട്ട് എൻ്റെ കോഴിക്കോട് ബീച്ചിലാണ് ഞാനിങ്ങനെ അനാഥപ്രേതത്തെ പോലെ നടന്നുകൊണ്ടിരിക്കാറ്. ഇവിടേക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ ഇഷാപ്പൂവും കൂടി ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം തന്നെ ഇഷാപ്പൂവിനെ കടൽ കാണിക്കാനാണ് കേട്ടോ. പകൽ സമയത്ത് എന്തായാലും വരാൻ പറ്റിയില്ല. ഒന്ന് വെയിലായിരുന്നു, പിന്നെ കുറച്ചും കൂടെ നേരത്തെ എണീക്കണം എന്നല്ല, ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, പല പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കാരണം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഇഷാപ്പൂനെ കടൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്തായാലും അവൻ്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ട് കടൽ കാണുകയാണ് കേട്ടോ. എന്നെയും മിച്ചേനെയും സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലിപ്പോൾ എന്തെങ്കിലും ഒരു ഹീറ്റായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നേരെ ഏതെങ്കിലും ഒരു ബീച്ചിലേക്കാണ് പോവുക കേട്ടോ. അവിടെ കാണുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കും, കുറച്ച് നേരം നല്ലോണം സംസാരിക്കും. അതുപോലെ കുറച്ച് ചളിയൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കാം ആൻഡ് കൂളായി മാറുവേ. അതുകൊണ്ട് തന്നെ ഈ ഒരു കടൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ഒരു എന്താ നമ്മളെ പറയുക, ഒരു കൈൻഡ് ഓഫ് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങളുടെ ഈ ഒരു തെറാപ്പി സിറ്റുവേഷൻ അല്ലെങ്കിൽ തെറാപ്പി എൻവയോൺമെൻറ്റിലേക്ക് നമ്മുടെ കുഞ്ഞാപ്പൂനെയും കൂടെ കൊണ്ടുവരാം കേട്ടോ. അതങ്ങനെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കടൽ ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് എന്നല്ല, ഫേവറേറ്റ് ആണ്. ഇപ്പോൾ എല്ലാം മാറിപ്പോവാണല്ലോ, നിങ്ങളൊക്കെ ക്ഷമിക്കും കേട്ടോ. ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് ഇഷാപ്പൂനെയും കടൽ കാണിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവനെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും ഇവിടം വരെ വന്നു. എനിക്കാണെങ്കിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ഭയങ്കര വിശപ്പും ഭയങ്കര തീറ്റയാണ്. അവനെ ഒരു കാഴ്ച ഫീഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു കിണ്ണം ചോറുണ്ണാനുള്ള വിശപ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നിരീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ചും അത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കാരംകൂരമായ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ വീണ്ടും അപ്പയും മോനും കൂടി ഇരുന്ന് കടൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷാപ്പൂനും ഞങ്ങളെപ്പോലെയാണെന്ന് തോന്നുന്നു, കടൽ ഇഷ്ടപ്പെട്ടു. അവൻ ഇത്രയും നേരം വൈകിട്ട് ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഈ 10 മണി ആയതിന് ശേഷവും അവനൊരു ഉറക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ ഭയങ്കര കൂളായിട്ട് നിൽക്കുക കേട്ടോ. അവൻ്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല, മീൻസ് 3 മണിക്കൂർ ആയതേ ഉള്ളൂ, പക്ഷേ ചേഞ്ച് ചെയ്യാനുള്ള ടൈമായി. ഞാൻ വേഗം തന്നെ ഡൈപ്പർ ചേഞ്ച് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഡൈപ്പർ റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഇഷാപ്പു ആണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവനും കടലും ഇതുപോലെയുള്ള ഈ ഒരു എൻവയോൺമെൻറ്റ് ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇഷാപ്പു ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അവനെനിക്ക് ഫീഡ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ ഇനി അവനെ ഫീഡ് ചെയ്യണം, അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അതിന് ശേഷം കുറച്ചും കൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇതിലൂടെയൊക്കെ തേരാപ്പാല നടക്കണം എന്നുള്ള എന്താ പറയുക തീരുമാനത്തിൽ നമ്മളിങ്ങനെ അവിടുത്തെ സ്റ്റേഡിയത്തിലൂടെയും അങ്ങനെ എല്ലായിടത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീ കടയിൽ കയറി ടീയൊക്കെ കുടിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പയും കൂടെ കഴിച്ചു കേട്ടോ. അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഇഷാപ്പ് കുറച്ച് കരച്ചിലായിരുന്നേ. അങ്ങനെ സമയം 2 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും കയറ്റിയാൽ ഭാഗ്യം. എന്തായാലും ഇഷാപ്പു ഉള്ളതുകൊണ്ട് കേട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.